പക്ഷേങ്കിലും ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞത് ഈ ഒരു നിമിഷമാണ്. മോളുടെ മനസ്സ് ഒന്നും പറയാലോ. അവൻ എന്നെ ഇട്ടിട്ട് പോയെങ്കിലുള്ളൂ എനിക്ക് അവനില്ലാണ്ട് പറ്റത്തില്ല. എല്ലാവർക്കും രുദ്രാർദ്ര 2022 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും, എൻ്റെ വീഡിയോ ഇഷ്ടമായാലും അല്ലെങ്കിലും എന്താണ് കണ്ടന്റിനെ കുറിച്ചുള്ള അഭിപ്രായമായാലും, ഈ വീഡിയോസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്കകത്തുള്ള പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാവുകയില്ല. പുറത്തുള്ളവർ കണ്ടിട്ട് അതിൻ്റെ പോരായ്മകൾ പറയുമ്പോൾ അത് എത്രമാത്രം നന്നാക്കാൻ അടുത്ത വീഡിയോയിൽ ശ്രമിക്കാം എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കമൻറ്റ്സ് ഓണാണ്. അത് നിങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കമൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. തെറി വിളിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ വിഷയം നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമായിരിക്കും. നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന നമ്മുടെ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, വളരെ രസകരമായിട്ടൊരു പ്രോഗ്രാം. സ്റ്റാൻഡപ്പ് കോമഡിയും കോമഡി സ്കിറ്റുകളൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ വന്നിട്ട് നമ്മളെ കണ്ണ് നിറയിച്ച് പോയ ഒരു കുട്ടിയാണ് ജ്യോതിക എന്ന് പറഞ്ഞൊരു കുട്ടി. ആ കുട്ടിയെയും ആ കുട്ടിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. എന്തായാലും ആ ഒരു കഥ വളരെയധികം നമ്മുടെ ഹൃദയസ്പർശിയാണെന്ന് തന്നെ പറയാം. നമുക്ക് ജസ്റ്റ് ആ കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. ഹോസ്പിറ്റലിൽ അനസ്തേഷ്യോളജിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഒരു ആക്സിഡന്റ് പറ്റിയിട്ടിരിക്കാം. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോഴേ ആയിരുന്നു. ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ആക്സിഡന്റ് ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചതാ. എന്നിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയേക്കുക. സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയിരിക്കുക. അതിന്റെ ട്രീറ്റ്മെന്റിൽ വല്ലതാണോ? ട്രീറ്റ്മെന്റിലാണ്. നെഞ്ചിന് താഴോട്ട് പാലീസ്ഡാണ്. എന്ത് സന്തോഷവതിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. തന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ട് ഒരു സിമ്പതിയുടെ പേരിലൊന്നും നേടിയെടുക്കാൻ ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല. 2K കിഡ്സിനെ കുറ്റം പറയുന്നവരോടാണ് കേട്ടോ എനിക്കിത് പറയാനുള്ളത്. 2K കിഡ്സ് അങ്ങനെയാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ്, ടീച്ചേഴ്സിന് അധ്യാപകരെ ബഹുമാനമില്ലാത്തവരാണ്, മുതിർന്നവരെ ബഹുമാനമില്ലാത്തവരാണ്, മാടയാണ് കോടയാണ്, എന്തൊക്കെയാണോ അവരെക്കുറിച്ച് പറയുന്നതൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ 2K കിഡ്സിനെ അങ്ങനെ ആക്കുന്നത് 90s 80s കിഡ്സിലെ ആളുകളാണ് അല്ലേ. അവർ ജനിക്കുമ്പോൾ 2K കിഡ്സ് ജനിച്ചപ്പോഴേ അവരെ കിട്ടിയ സാധനങ്ങളൊന്നും അല്ലല്ലോ ഇത്. അവർക്ക് അതിനൊരു വ്യക്തമായ ഒരു ഇത് കൊടുത്തൊരു വ്യക്തി കാണുമല്ലോ. അപ്പം ഈ ഒരു 2K കിഡ്സിനെ കുറ്റം പറയുന്നവർ ഈ ഒരു കഥ കേൾക്കണം നിങ്ങൾ. ഇതിലെ പയ്യനും ആ കുട്ടിയും വളരെയധികം ഇഷ്ടത്തിലാവുന്ന സമയത്ത് വീട്ടുകാർ ആദ്യം എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പിന്നെ ആ പയ്യനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് കുട്ടി പൂർണ്ണമായിട്ടും അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരു ഇതിലേക്ക് ആ കുട്ടി വന്നപ്പോഴത്തേക്കിന് അവനെ വിവാഹം കഴിക്കാനായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ആ വീട്ടുകാരുണ്ടല്ലോ, ആ വീട്ടുകാരെ വളരെയധികം നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തൻ്റെ മക്കളുടെ ലൈഫ് മാത്രമേ നോക്കുള്ളൂ. മറ്റുള്ളവർ അതിപ്പം അറിയാലോ, സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ അനുകൂലിക്കുന്ന ഒരു പേരൻസ് ഉള്ള കാലഘട്ടത്തിൽ തൻ്റെ മകൾ ചൂസ് ചെയ്ത പയ്യൻ ആദ്യം അവർക്കതിന് ഇഷ്ടപ്പെടുന്നില്ല, ഈ പയ്യനെ അവർ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം തൻ്റെ മകളെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഈ ഒരു ലൈഫ് നീ ചൂസ് ചെയ്തതിൽ അവർ അഭിമാനത്തോടു കൂടി നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു കഥ. എന്തായാലും ഈ കുട്ടിയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മുടെ മഞ്ജുപിള്ളയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കൊടുക്കുന്ന ഉത്തരങ്ങളുണ്ടല്ലോ, നമ്മുടെ ഹൃദയസ്പർശി എന്ന് തന്നെ പറയണം. ഞാൻ ഇവനെ ഇട്ടിട്ട് പോകില്ല, അവൻ എന്നെ കളഞ്ഞിട്ട് പോകുന്നെങ്കിലേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ചെങ്ങുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കുട്ടിയെയും പയ്യനെയും പറന്നുപോയി. ആ പയ്യൻ മരിച്ചുപോയി. ഷിഹാനയോ ഒരു മുസ്ലിം കുട്ടിയാണ്, ഒരു ഹിന്ദു പയ്യനെ സ്നേഹിച്ച് വീൽ ചെയറിലിരിക്കുന്ന കണ്ട് ഇഷ്ടപ്പെട്ട് മാരേജൊക്കെ ചെയ്ത ഒരു വലിയ വാർത്തയായതാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ ലൈഫ് ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇനി എങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നിങ്ങളുടെ പ്രണയമാണെന്നേ ഉള്ളൂ, അതോ എൻഗേജ്മെന്റ് ഉറപ്പിച്ച് വെച്ചേക്കുവാ? ഈ ആക്സിഡന്റ് മുന്നേ വരെ അങ്ങനെ അത്ര സമ്മതിച്ചില്ല, പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരൊക്കെ സമ്മതിച്ചു. ആക്സിഡന്റ് മുമ്പിൽ നിങ്ങളുടെ പ്രണയം സമ്മതിച്ചില്ല? ആക്സിഡന്റ് ശേഷം ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ കാര്യം അതെന്താ സമ്മതിക്കാണ്ടിരുന്നേ? അല്ല, ലവ് മാരേജ് ആണല്ലോ. അപ്പം ലവ് ആണല്ലോ. അപ്പം അച്ചാച്ചന് എന്തോ ഫസ്റ്റ് കുറച്ച് എന്തൊക്കെ എല്ലാ വീട്ടിലും കാണുമല്ലോ. ഫസ്റ്റ് സമ്മതിക്കത്തില്ല, പക്ഷെ എപ്പോഴെങ്കിലും സമ്മതിക്കുമെന്ന് അറിയാമായിരുന്നു. ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. നെർവ് ഡാമേജ് ആയതുകൊണ്ട്
ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവും. അതൊക്കെ ശരിയാവും. പോസിറ്റീവായിട്ട് ചിന്തിക്കാം, നമുക്ക് ശരിയാവും. അതിനകത്തൊരു വലിയ ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും ആക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇതിനെ എടുക്കുന്നതുകൊണ്ട് തന്നെ ശരിയാവും. നമ്മളിതിൽ നിങ്ങൾ വളരെ ഡെസ്പായി പോയാൽ ചിലപ്പോൾ നമുക്ക് ആ പ്രതീക്ഷയൊക്കെ പോകാൻ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു മതത്തിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമല്ല എല്ലാവരും അതിന് വേദനിക്കും. നമ്മളൊരു വ്യക്തിനെ ആയിരിക്കും പറഞ്ഞത്. അങ്ങനെ ഏത് കാര്യത്തിനും ജനറലൈസ് ചെയ്യും നമ്മളെപ്പോഴും. അപ്പോൾ ഇപ്പോൾ ഈ 2K കിഡ്സ് അല്ലെങ്കിൽ പുതിയ പിള്ളേരിൽ പലരെയും തലമുറ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കുന്ന, ചീത്ത പറയുന്ന പുതിയ പിള്ളേർ പലരും പ്രശ്നമാണ്, കുഴപ്പമാണെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ അതേ ബാച്ചിൽപ്പെട്ട അതേ പുതിയ തലമുറയിൽപ്പെട്ട ചിലരാണ് ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതൊരു വലിയ കാര്യമാണ്. അവർ എത്ര മനോഹരമായിട്ടാണ് ആ ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ഒരുപാട് റീൽസും അവരുടെ ഫോട്ടോസും ഒക്കെ കണ്ടറിയാം. വളരെയധികം സന്തോഷകരമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ കുട്ടി ഇവനെ തന്നെ മാരേജ് ചെയ്ത് സെറ്റിലാകണം എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റാഗ്രാമിൽ വന്ന കുറച്ച് റീൽസ് ഒക്കെ കൂടി കണ്ടിട്ട് എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേരത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ, നിന്റെ മാറിയിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ, നിന്റെ മാറിയിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, കിണുങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടേ, പിണങ്ങാതെ മിനുങ്ങാതെന്താണ് മയങ്ങാതെന്താണ് പാടം മെമ്പർ ചിരി എന്നൊക്കെ പറയുന്ന വളരെയധികം ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്ത് അവിടെ ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്ത ഈ കുട്ടിയുടെയും ഈ പയ്യൻ്റെയും പിക്ചർ വെച്ചിട്ട് മോനെ നിന്റെ ഭാഗ്യമാണ് ഈ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ധാരാളം കാണുന്നുണ്ട്. സത്യം തന്നെയാണ് കേട്ടോ. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഡെപ്താണ് കേട്ടോ ഈ കാണിക്കുന്നത്. പക്ഷെ അതിനെ അംഗീകരിച്ച ഫാമിലിയെ നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം, എന്താ പറയേണ്ട, പ്രശംസിക്കേണ്ട ഒന്നാണ്. ആ ഒരു ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ അനുകൂലിക്കണം. അതുപോലെ തന്നെ അവരുടെ സ്നേഹത്തെ നമ്മൾ അംഗീകരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ജോളിയായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് കണ്ട കളറിൽ തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടായാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെൺകുട്ടി പയ്യൻ പെൺകുട്ടിയൊക്കെ ഉപേക്ഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ വാർത്തകൾ പോലും ചെയ്തിട്ടുണ്ട് അല്ലേ. സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ പയ്യൻ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു കഥയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ആ വീഡിയോയിലുണ്ട്, കാണാത്തവരുണ്ടെന്ന് പോയി കാണുക. ആ ഉള്ള കാലഘട്ടത്തിൽ പാരലൈസ്ഡ് ആണ്, ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്, രക്ഷപ്പെടുകയോ ഇല്ലയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇനി ഒരു തീർച്ചയില്ല. കാരണം ഈ ഒരു പ്രോബ്ലം അറിയാമല്ലോ, ആക്സിഡൻറ്റ് പറ്റിയതാണ്, ആ ടൈമിൽ തൊട്ടിങ്ങനെയാണ്, ഇനി എന്ന് രക്ഷപ്പെടും എന്നൊരു ഓർമ്മയും ഒരു ഉറപ്പും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും എനിക്ക് ഇവനെ മതി, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ഇവനെ കിട്ടുന്നുള്ളൂ എന്ന് ഉറച്ചൊരു തീരുമാനത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയും അതിന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്ന പേരൻസും ആ പെൺകുട്ടിയുടെ ഫാമിലിയും ഒക്കെ വളരെയധികം പ്രശംസ അർഹിക്കുന്ന, ഇന്നത്തെ കാലഘട്ടത്തിൽ ഉടനെ പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അവന് അവളോടുള്ള സ്നേഹവും അവന് അവളോടുള്ള സ്നേഹവും അവൾക്ക് അവനോടുള്ള സ്നേഹവും അത്ര സത്യസന്ധമായതുകൊണ്ടാണ് കേട്ടോ അവരുടെ സ്നേഹബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ എന്താ പറയേണ്ടത്, നമ്മുടെ അവർ വളരെ ഹാപ്പിയാണ്. നമ്മൾ ഒരു തരത്തിലുള്ള സിമ്പതി അവർ ആഗ്രഹിക്കുന്നില്ല. കാര്യങ്ങൾ അവർ തിരക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പറയുന്നത്. യദുവിനെയും ആ ഫ്ലോറിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. അവർ ആ ഒരു വിഷമമൊന്നും അവർക്ക് അതിൽ കാണുന്നില്ല. അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയെ കിട്ടിയതിൻ്റെ സന്തോഷം മാത്രമാണ് അവിടെ അറിയിക്കുന്നത്. അവർ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലൊക്കെ ആയാലും അവരുടെ നല്ല നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യദുവിന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വിള്ളലും വരാതെ വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേരുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് വേണം ഇനിയുള്ള ദമ്പതികളായാലും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായാൽ പോലും എൻ്റെ ഒരു
എന്ത് പറയാണ്, അറിവിൽ പറയാണ്, നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയാണ്. വിവാഹത്തിന് ശേഷം ആക്സിഡന്റ് സംഭവിച്ചു, ഭർത്താവ് ഭാര്യയ്ക്ക് താഴ്വശം പാരലൈസായി തളർന്നു പോയ ഫാമിലി. പിന്നെ ആ ഭർത്താവ് ഭാര്യയ്ക്കൊരു എപ്പോഴും ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കഥകൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് വിവാഹം പോലും കഴിച്ചിട്ടില്ല, ജസ്റ്റ് സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും തൻ്റെ ലൈഫ് അവനെ നോക്കാനായിട്ടും അവനോടൊപ്പം ജീവിക്കാനായിട്ട് സാക്രിഫൈസ് ചെയ്ത ഈ പെൺകുട്ടി ഞാൻ ദൈവതുല്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ മുമ്പേ ഉണ്ട്. ഇപ്പം ആസിഡൊക്കെ വീഴുന്ന പെൺകുട്ടികളായാലും തിരിച്ച് ആക്സിഡൻ്റൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ കയ്യോ കാലോ ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന പയ്യന്മാരെ ആയാലും പെൺകുട്ടികളും പയ്യന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപേക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യാം, എനിക്ക് വേണ്ട, എനിക്കിത് പറ്റത്തില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെ കളയാൻ പറ്റില്ല എന്നൊരു ചിന്തിക്കാവുന്നിടത്ത് നിന്ന് മറിച്ച് ചിന്തിച്ച് എനിക്കിവനെ മതി, ഞാൻ ഇവനെ കിട്ടുന്നുള്ളൂ എന്ന് ചിന്തിച്ച് വന്ന ഈ പെൺകുട്ടികൾ വളരെയധികം പ്രശംസിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള പെൺകുട്ടികളാണ് സത്യസന്ധമായ സ്നേഹത്തിൻ്റെ അടയാളങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എനിക്ക് ആ കുട്ടിയെക്കുറിച്ചും പയ്യനെക്കുറിച്ചും ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കണം തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.